ഹായ് ഹലോ. ഒരു 3 കമ്മലിൻ്റെ മേക്കിംഗ് വീഡിയോ ആണിത് കേട്ടോ. ആദ്യത്തെ ഈ ഉണ്ടാക്കുന്നത് കുറച്ച് ടഫുള്ളതും ബാക്കി 2 വളരെ സിമ്പിളായിട്ടുള്ളതുമാണ്. അപ്പോൾ ഇതേ ഈ കാണുന്ന പോലെ ഡ്രോപ്പ് ഷേപ്പ് പേളും പിന്നെ ഷുഗർ ബീഡും കൂടെ ഇട്ടിട്ട് കോപ്പർ വയറിൻ്റെ ഒരു ഭാഗം ഡ്രോപ്പ് ഷേപ്പ് ബീഡിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ ടൈറ്റായിരുന്നാലും പിന്നെ ട്വിസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കോപ്പർ വയറിലേക്ക് സെയിം മെത്തേഡ് തന്നെ നമ്മളിങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഞാൻ 10 ഡ്രോപ്പ് ബീഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 10 സെയിം ഇതേപോലെ വരുന്നതിന് മുൻപ് 9 കറക്റ്റായി ചെയ്തെടുക്കുക. അവസാനത്തതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തിട്ട് കണ്ടാൽ മതി. പിന്നെ ഇങ്ങനെ റൗണ്ടാക്കി എടുത്തതിന് ശേഷം സെൻറ്ററിലൊരു റൗണ്ട് ബീഡും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് 10ാമത്തെ ബീഡ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കാണുന്ന പോലെ ഞാൻ പറഞ്ഞു പെരുപ്പിക്കുമ്പോൾ അതെന്തോ വലിയ സംഭവമാണെന്ന് തോന്നുമെങ്കിലും ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് ഇതിങ്ങനെ ഉള്ളിലൂടെ എടുത്തിട്ടാൽ മതി കേട്ടോ. പിന്നെ വേറെ ഏതെങ്കിലും മോഡൽ കമ്മലുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ അതോ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതിയോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അത് പറഞ്ഞാൽ മതി കമൻറ്റിലൂടെ കാണുന്നവർ. അപ്പോൾ ഇത് ഇങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് 9 ബീഡ് കറക്റ്റായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഈ കമ്മലിനൊരു പ്രത്യേകതയുണ്ട്. ഇത് എൻ്റെ മോളുടെ ടീച്ചറുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് അവളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ചെയ്തു കൊടുത്തതാണ്. ഈ സമ്മർ വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അവരുടെ ക്ലാസ് ടീച്ചർക്ക് വേണ്ടിയിട്ട്. അപ്പം ആ ടീച്ചറുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം നമ്മൾ 9 ബീഡ് ചുറ്റി എടുത്തിട്ടുണ്ട്. അടുത്തത് ഇതേ ഒരു റൗണ്ട് ബീഡ് അതിൻ്റെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അതായത് നമ്മുടെ കോപ്പർ വയർ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക ഓരോ പേളിൻ്റെ ഇടയിൽ കൂടെ. എന്നിട്ട് നമ്മൾക്ക് ഈ 9 ബീഡ് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവരണം കേട്ടോ. ഈ കോപ്പർ വയർ ഇങ്ങനെ ചുറ്റിയിട്ട് അതിന് ശേഷം ആ ഗ്യാപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ ജസ്റ്റ് നമ്മളുടെ എക്സ്ട്രാ ഇനി ഒരു ബീഡും കൂടെ ഇട്ടാലേ അവിടെ ഫ്ലവറിൻ്റെ ഷേപ്പ് വരുള്ളൂ. അപ്പോൾ നമ്മളുടെ ഡ്രോപ്പ് ഷേപ്പ് ബീഡ് ഇട്ടിട്ട് ഒരു ഷുഗർ ബീഡും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് നമ്മളുടെ നോസ് പ്ലെയർ വെച്ച് പിടിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ലൂപ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ആ ലൂപ്പിൽ കൂടെ വേണം നമ്മൾക്ക് ഒരു ഹാങ്ങിങ് ഹോക്ക് ഇട്ട് കൊടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഒരു ലൂപ്പ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. ലൂപ്പ് ഇടാൻ വളരെ ഈസിയാണ്. അത് ജസ്റ്റ് ഇങ്ങനെ നമ്മളുടെ പ്ലെയർ വെച്ച് പിടിച്ചിട്ട് ഈ കോപ്പർ വയർ ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ കോപ്പർ വയർ നമ്മളുടെ ഗിയർ വയറിൻ്റെ തന്നെ ചെറിയൊരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതവിടെ ഇരുന്നോളും. അത് ട്വിസ്റ്റ് ചെയ്തത് ഇങ്ങനെ പൊട്ടിപ്പോവുക അഴിഞ്ഞ് വരികയൊന്നും ചെയ്യില്ല കേട്ടോ. ഇത് അങ്ങനത്തെയാണ് ഗിയർ വയർ. ഇത് ജസ്റ്റ് ചോദിച്ച് വാങ്ങാവുന്നതേ ഉള്ളൂ, കടയിൽ ചോദിച്ചാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക, ആ ലൂപ്പ് കറക്റ്റാക്കിയിട്ട് അതിന് ശേഷം ആ ലൂപ്പിലേക്ക് നമ്മളുടെ ഹാങ്ങിങ് ഹുക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എക്സ്ട്രാ വരുന്ന കോപ്പർ വയർ കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷമാണ് ഹുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നോസ് പ്ലെയർ വെച്ച് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് അതിങ്ങനെ അഴിഞ്ഞു വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. അടിപൊളിയല്ലേ? അപ്പം ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. കാണുമ്പോൾ എന്തൊക്കെയോ ആണ് അല്ലെങ്കിൽ പറയുമ്പോൾ എന്തൊക്കെയോ ആണെന്ന് തോന്നുമെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ മെത്തേഡൊന്നും മനസ്സിലാക്കി കിട്ടിയാൽ വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പം വൈറ്റ് ഞാൻ ഉണ്ടാക്കി, ഇതല്ലാതെ നമ്മളുടെ കയ്യിൽ വേറെ ഡ്രോപ്പ് ഷേപ്പിൻ്റെ പേള് വേറെ കളർ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് വെറും 2 മിനിറ്റും കൂടി വേണ്ട കേട്ടോ. അങ്ങനെയുള്ളൊരു കമ്മലാണ് ഇത്. ഹെഡ് പിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഹെഡ് പിന്നിലേക്ക് ഇതേ ഈ ഫ്ലവർ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഇത്തിരി ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളുടെ ഈ ഗോൾഡൻ കളർ ഒരു സീക്വൻസ് ആണത്, ഒരു സ്റ്റോൺ പോലത്തെ തന്നെ ആയിട്ടാണ്. അപ്പോൾ ഞാൻ അതൊരെണ്ണം ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് വെച്ച് കൊടുക്കുക എൻ്റെ ഏറ്റവും വലിയ സാമർഥ്യമാണിത്. കാരണം ഞാൻ ഓൾറെഡി
ഈ സ്റ്റോൺ പെന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, ഗമ്മൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നാലും ഇത് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഇതാണ് എളുപ്പപ്പണി. അതായത് ഒരു ഹെഡ് പിന്നിൻ്റെ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഗമ്മിലൊന്ന് തൊട്ടിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കമ്മലിൻ്റെ ബാക്ക് സൈഡ് സ്റ്റഡില്ലേ അതിങ്ങനെ ഇട്ട് നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റായിരുന്നു. അപ്പോൾ നമുക്കിത് കമ്മലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം വന്നു. അപ്പോൾ ഇത് അതിൻ്റെ പെയർ ഒരെണ്ണം കൂടെ ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇതേ സെയിം തന്നെയാണ് വീണ്ടും ചെയ്തത്, പക്ഷേ ചെറിയൊരു കളർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതായത് ഈ ഫ്ലവർ വൈറ്റ് ആണെങ്കിലും സെൻറ്ററിൽ ഞാൻ കൊടുത്തത് ഒരു മജന്ത കളറുള്ള ഒരു സ്റ്റോണായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഗോൾഡൻ കളർ സീക്വൻസാണ് വെക്കുന്നത്, അതിൻ്റെ പെയറാണിത്. ഇനി ഇതിൻ്റെ തന്നെ പിങ്ക്, ഡാർക്ക് പിങ്ക് കളറിലുള്ള ഒരു സ്റ്റോണും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലവർ നമ്മളുടെ ഹെഡ് പിന്നിൽ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അത് ഒന്നിങ്ങനെ ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ഗം അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഇനി അടുത്തത് വീണ്ടും സെയിം തന്നെ ഹെഡ് പിന്നിൽ തന്നെയാണ് ചെയ്തത് കേട്ടോ. ശരിക്കും നമുക്കിത് കമൽ സ്റ്റഡിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. പക്ഷേ കമൽ സ്റ്റഡിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോൺ വളരെ ചെറുതാണല്ലോ. അപ്പോൾ സ്റ്റഡിൽ എക്സ്ട്രാ ഭാഗം പുറത്തേക്ക് നിൽക്കും. അപ്പോൾ അതിനേക്കാളും ഇതാവുമ്പോൾ കറക്റ്റായി കവർ ചെയ്ത് നിൽക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് ഗമ്മ കൂടിപ്പോയി, അപ്പോൾ ഞാനത് മാറ്റി വെച്ചു. പിന്നെ ഇതേ സ്റ്റോണ്, അതായത് സെൻറ്ററിൽ സൈഡിൽ മറ്റേ ഗോൾഡൻ കളർ ഇതൊന്നും ഇല്ലാത്ത വെറും സ്റ്റോണാണിത് കേട്ടോ. അതാണ് ഒരെണ്ണം വെച്ച് കൊടുത്തത്. അപ്പോൾ ഈ 2 കമ്മലിൻ്റെയും ഫൈനൽ ലുക്കും കൂടി കണ്ടോളുണ്ട്. നമ്മൾക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ എങ്ങടെയെങ്കിലും പോകുമ്പോൾ വളരെ സിമ്പിളായിട്ടൊക്കെ പെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു മോഡലായിരുന്നു. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ വളരെ അങ്ങനെയൊന്നും തോന്നിയില്ല, പക്ഷേ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ശരിക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങളും കണ്ടു നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കമൻറ്റ് ചെയ്യാതിരിക്കരുത്. കാരണം നിങ്ങളുടെ കമൻറ്റ്സ് ആണല്ലോ നമ്മൾക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സിനും കുറച്ചുകൂടി പ്രോത്സാഹനത്തിനൊക്കെ സഹായിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് കമ്മലിൻ്റെ. എല്ലാവർക്കും താങ്ക് യു.